ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു സ്മാർട്ട് ശ്രീ. നമ്മൾ വീണ്ടും പുതിയൊരു ക്ലാസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തുകൊണ്ടിരുന്ന ടോപ്പിക്ക് അത് തന്നെയാണ് ഇന്നും. സെറ്റ് തിയറി, ഗണസിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തത് അല്ലേ. അപ്പോൾ സെറ്റ് തിയറിയിൽ കുറേ കാര്യങ്ങളൊക്കെ, കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അതായത് എങ്ങനെയാണ് സെറ്റ് എന്താണ്, അതായത് അതിനകത്ത് നമുക്കറിയാം വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സ് ആണ്, കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സ് ആണ്, അതിനകത്ത് എലമെന്റുകളാണ് അതിനകത്ത് ഉൾപ്പെടുക. ഗണം എങ്ങനെയാണ് എഴുതുന്നത്, അതിന്റെ സിമ്പൽ എന്താണ്, സിമ്പൽ നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള സിമ്പലുകൾ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അതെങ്ങനെയാണ് രണ്ട് രീതിയിൽ സെറ്റ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, സെറ്റ് തിയറിയെ നമ്മൾ രണ്ട് രീതിയിൽ സെറ്റ് ഉപയോഗിക്കാം അല്ലെങ്കിൽ എഴുതാം എന്ന് കണ്ടു. റോസ്റ്റർ ഫോമിലും അതുപോലെ തന്നെ സെറ്റ് ബിൽഡർ ഫോമിലും അതെങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ ഇതൊക്കെ കണ്ടതാണ് അല്ലേ. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ. ഇന്നും നമ്മൾ അതിൻ്റെ എന്താ പറയുക, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രോബ്ലം ചെയ്യണമെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില തിയറീസ് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് സെറ്റ് തിയറി നമ്മൾ അതിൻ്റെ തിയററ്റിക്കൽ ഭാഗം നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുപാട് സെറ്റ് തന്നെ പല രീതിയിൽ അല്ലെ, ഫിനിറ്റ് സെറ്റ്, ഈക്വൽ സെറ്റ് അല്ലെ, തുല്യ ഗണം, അതുപോലെ ഫിനിറ്റ് സെറ്റ് അതായത് പരിമിത ഗണം, ആൻഡ് ഇൻഫിനിറ്റ് സെറ്റ്, അനന്ത ഗണം അല്ലെ, ഇതൊക്കെ നമ്മൾ നൾ സെറ്റ് ഓർ വോയിഡ് സെറ്റ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് അതൊക്കെ എന്ന് ഓരോന്നും നമ്മൾ പറഞ്ഞു. അതിനൊക്കെ എക്സാമ്പിൾസ് നമ്മൾ ചെയ്തതാണ്. ഇന്നും അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഓരോ അറിഞ്ഞിരിക്കേണ്ട, മെയിനായിട്ട് നമുക്ക് അറിയേണ്ട ചില ടേംസും കൂടി ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ഓരോന്നായിരുന്നു നോക്കാം. ഇന്ന് ആദ്യത്തെ ടേം എന്ന് പറയുന്നത്, നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് സബ്സെറ്റ് ആണ്, ഉപഗണം. സബ് സെറ്റ് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും സബ്സെറ്റ് എന്തായിരിക്കും. അപ്പോൾ സബ്സെറ്റ് ഓർ ഉപഗണം. ഉപഗണം എന്ന് പറയുമ്പോൾ ഒരു ഗണത്തിന്റെ സബായിട്ട് വരുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ എന്താ പറയാ, എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന ഗണത്തിൽ അല്ലെങ്കിൽ ആ സെറ്റിനകത്ത് വന്നിരിക്കുന്ന എല്ലാ സംഖ്യകളും എയിനകത്ത് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഇവ തമ്മിൽ പരസ്പരം റിലേറ്റഡ് ആണ്. എങ്ങനെ റിലേറ്റഡ് ആണ്? എ എന്ന് പറയുന്ന ആ ഒരു ഗണത്തിൽ, ആ ഒരു സെറ്റിൽ ബിനകത്ത് വരുന്നിരിക്കുന്ന എലമെന്റുകൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതായത് ഏതെങ്കിലും ഒരു സെറ്റിന്റെ, അതായത് ഏതെങ്കിലും ഒരു ഗണത്തിലെ എലമെന്റ്സ് എല്ലാം അല്ലെങ്കിൽ ഒബ്ജക്ട്സ് എല്ലാം തന്നെ മറ്റൊരു ഗണത്തിൽ ഉണ്ടെങ്കിൽ സച്ച് സെറ്റ് ആർ കോൾഡ്, എന്ത് വിളിക്കും നമ്മൾ? സബ്സെറ്റ് അല്ലെങ്കിൽ ഉപഗണം അല്ലെ. ഇഫ് ഓൾ ദ എലമെന്റ്സ് ഓഫ് എ സെറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ അനദർ സെറ്റ്, ബോത്ത് ദ സെറ്റ്സ് വി ക്യാൻ സേ വൺ സെറ്റ് ഈസ് അനദർ സബ്സെറ്റ്. ഒരെണ്ണത്തിന്റെ ഉപഗണമാണ് അല്ലെങ്കിൽ സബ്സെറ്റ് ആണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ്. അപ്പൊ ഇങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, എ സബ്സെറ്റ് ഓഫ് ബി. നമുക്കൊരു എക്സാമ്പിൾ എങ്ങനെയാണ് എഴുതാൻ നോക്കാം. ഇപ്പോ നമ്മൾ പറഞ്ഞിരിക്കുകയാണ് ബി എന്ന് പറയുന്ന ഒരു ഗണം തന്നിരിക്കുകയാണ്. അതിനകത്ത് ഞാൻ 1 2 3 4 5 എഴുതിയിരിക്കുകയാണ്. 1 2 3 4 5 എന്ന് പറയുന്ന കുറച്ച് സംഖ്യകൾ എഴുതിയിരിക്കുക, നാച്ചുറൽ നമ്പേഴ്സ് എഴുതിയിരിക്കുകയാണ്. എ എന്ന് പറയുന്ന മറ്റൊരു സെറ്റ് ഞാൻ എഴുതിയിരിക്കുകയാണ്. 1 2 3 എന്ന് പറയുന്ന ഒരു സെറ്റ് എഴുതിയിരിക്കുന്നു. സോ വി ക്യാൻ സേ ദാറ്റ് എ എന്ന് പറയുന്നത്, കണ്ടോ ഇങ്ങനെയാണ് വരിക. എ എന്ന് പറയുന്നത് എ ഇസ് ദ സബ്സെറ്റ് ഓഫ് ബി, ബിയുടെ സബ്സെറ്റ് ആണ്. എ എന്ന് പറയുന്നത് ബിയിലുള്ള എല്ലാ സംഖ്യകളും ഉണ്ടാകുന്ന നോക്കിയാൽ ബിയിൽ 1 2 3 ഉണ്ട്, എയിൽ എന്തുണ്ട്? അതിന്റെ സബ്സെറ്റ് ആണ്. അതായത് ഈ ബി എന്ന് പറയുന്നതിന്റെ ഒരു സബ്സെറ്റ് ആണ് എ എന്ന് പറയുന്നത്. നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. ബി എന്ന് പറയുന്നത് എന്റെ ഒരു സബ്സെറ്റ് ആണ് എ എന്ന് പറയുന്നത്. ഇനി വേറെ സബ്സെറ്റുകൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഇത് മാത്രം ഉണ്ടായിരിക്കുള്ളൂ സബ്സെറ്റ്? അല്ല, വേറെ എഴുതാം നമുക്ക്. 4 മാത്രം വരികയാണെങ്കിൽ അതും ഒരു സബ്സെറ്റ് ആണ് അല്ലെ. 2ഉം 3ഉം അതും ഒരു സബ്സെറ്റ് ആണ്. അതായത് ഇതിനകത്തുള്ള ഐറ്റംസ് വന്നിരിക്കുന്ന മറ്റ് സെറ്റുകളെ എല്ലാം തന്നെ നമുക്ക് എന്ത് വിളിക്കാം? സബ്സെറ്റ്സ് എന്ന് വിളിക്കാം. അതായത് ആ വലിയ സെറ്റ് എന്ന് പറയുന്നത് ബി ആണ്. ആ സെറ്റിനകത്തുള്ള എലമെന്റുകൾ സെപ്പറേറ്റ്ലിയോ കളക്റ്റീവ്ലിയോ നമ്മൾ പല പല സെറ്റ്സ് ആയിട്ട് എഴുതുമ്പോൾ അതെല്ലാം അതിന്റെ സബ് സെറ്റുകളായിട്ട് വരുന്നു. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ അല്ലെ. സബ് സെറ്റ്, ഉപഗണം. മറ്റേ അതിനകത്ത് വന്നേക്കണതിനകത്ത് ഉള്ളതെല്ലാം തന്നെ മറ്റ് ഗണങ്ങളായിട്ട് നമ്മൾ അല്ലാത്തതാണെങ്കിലോ സബ്സെറ്റ്. ഇപ്പൊ ഞാൻ ഉദാഹരണം ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ സെറ്റ് 6 ഇതിന്റെ സബ്സെറ്റ് ആണോ? ക്വസ്റ്റ്യൻ മാർക്ക്. 6 എന്ന് പറയുന്നത് സെറ്റ് 6 എന്ന് പറയുന്നത് ഈ ബിന്റെ സബ്സെറ്റ് ആണോ? അല്ല. കാരണം എന്താ? അതിനകത്ത് 6 എന്ന് പറയുന്ന ഒരു എലമെന്റ് ഏതിനകത്തില്ല? നമുക്ക് തന്നിരിക്കുന്ന ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് ഇല്ലാത്തത് കൊണ്ട് സെറ്റ് 6 ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ സെറ്റ്. നമുക്ക് തന്നിരിക്കുന്ന സെറ്റിൽ 6 ഇല്ലാത്തത് കൊണ്ട് 6 എന്ന് പറയുന്നത് അത് എന്ന് പറയുന്നത് ഒരു എന്തല്ല, ഉപഗണമല്ല അല്ലെങ്കിൽ സബ്സെറ്റ് അല്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അടുത്ത ഒരു പുതിയ ടേം നമുക്ക് പഠിക്കാനുള്ളത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. യൂണിവേഴ്സൽ സെറ്റ് എന്തായിരിക്കും? അത് സമസ്ത
ഗണം, സമസ്ത ഗണം എന്ന് മലയാളത്തിൽ പറയും. ഓരോ ടേംസും നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാം, എന്നിട്ട് അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് എന്താ? എല്ലാ എലമെന്റ്സും ഉൾക്കൊള്ളുന്ന സെറ്റാണ്. എല്ലാ എലമെന്റ്സും ഉൾക്കൊള്ളുന്ന സെറ്റിനെയാണ് നമ്മൾ ഓൾ ദ എലമെന്റ്സ് വിച്ച് ഈസ് ഇൻക്ലൂഡഡ് ഇൻ എ സെറ്റ്, അതിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് വിളിക്കുക. യൂണിവേഴ്സൽ സെറ്റിനെ നമുക്ക് ഈ ഒരു യു, ക്യാപിറ്റൽ യു കൊണ്ട് നമുക്കിങ്ങനെ റെപ്രസെന്റ് ചെയ്യും. യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു സിമ്പൽ അല്ലെങ്കിൽ ആ ഒരു ലെറ്റർ ഇതാണ് യു എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ ലെറ്റർ യു പോലെ എഴുതുന്നത്. യൂണിവേഴ്സൽ സെറ്റ് മീൻസ് ഓൾ ദ എലമെന്റ്സ് വിച്ച് ഈസ് ഇൻക്ലൂഡഡ് ഇൻ എ സെറ്റ്. എല്ലാ എലമെന്റ്സും ഇൻക്ലൂഡ് ചെയ്യുന്ന ആ സെറ്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ സബ്സെറ്റ്, യൂണിവേഴ്സൽ സെറ്റ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് സെറ്റുകളുടെ ടേംസ് പുതിയത് നമ്മൾ പഠിച്ചിരുന്നു. അടുത്ത ഒരു ടേം പഠിക്കാനുള്ളത് വെൻ ഡയഗ്രാം. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് വെൻ ഡയഗ്രാം. അതായത് സെറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പുതിയ ടേമാണ് വെൻ ഡയഗ്രാം. എന്താ വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വെൻ ഡയഗ്രാം പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഫ്രം ദ വേർഡ് ഇറ്റ്സെൽഫ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് എ ഡയഗ്രാം. അത് ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെറ്റുമായി ബന്ധപ്പെട്ട സെറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ചില കോംപ്ലിക്കേറ്റഡ് നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റും? വെൻ ഡയഗ്രാംസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റും. അത് ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. അതായത് എന്തെന്നൊക്കെ പഠിച്ചു വെക്കുക, അതിനുശേഷം നമ്മൾ അതിന്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ വെൻ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്സ് വിച്ച് ആർ കോംപ്ലിക്കേറ്റഡ്, അതായത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള സെറ്റ് റിലേറ്റഡ് പ്രോബ്ലംസിന് നമുക്ക് സിമ്പിളായിട്ട് എന്താ പറയുക ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വെൻ ഡയഗ്രാം എന്ന് വിളിക്കുക. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി ഓരോന്ന് വരെ. അപ്പോൾ നമ്മൾ ഒരുപാട് സെറ്റിന്റെ ഒരുപാട് ബേസിക് ടേംസ് പഠിച്ചിരുന്നു. ഈക്വൽ സെറ്റ്, അതായത് തുല്യ ഗണം. ഫിനിറ്റ് സെറ്റ്, അതായത് നമുക്കറിയാം പരിമിത ഗണം. ഇൻഫിനിറ്റ് സെറ്റ്, അതായത് എന്താ പറയുക അപരിമിതമായ ഗണം അല്ലെങ്കിൽ അനന്ത ഗണം എന്ന് വിളിക്കാം നമുക്ക്. അതുപോലെ തന്നെ നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്നൊക്കെ പറയുന്നത് അല്ലേ, അതായത് ശൂന്യ ഗണം എന്ന് പറയുന്നത്. അതായത് സെറ്റിൽ സംഖ്യകളോ അല്ലെങ്കിൽ എലമെന്റുകളോ ഒന്നും നമുക്ക് റെപ്രസെന്റ് ചെയ്യാത്തതാണ് നൾ സെറ്റ്. അതെങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു? പിന്നെ നമ്മൾ ഇന്ന് പഠിച്ചത് സബ്സെറ്റ് പഠിച്ചു. യൂണിവേഴ്സൽ സെറ്റ് സമസ്ത ഗണമാണ് എല്ലാം കൂടി ഉള്ളത്. പിന്നെ വെൻ ഡയഗ്രാം എന്ന് പറയുന്നത് അതൊക്കെ റെപ്രസെന്റേഷൻ ഉണ്ട്. യൂണിവേഴ്സൽ സെറ്റിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഡയഗ്രാമാറ്റിക് പോലെയുണ്ട്, അതും കാണിക്കാം. പിന്നെ വെൻ ഡയഗ്രാം ആണ്, ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്സ് ആണ്, കോംപ്ലിക്കേറ്റഡ് സെറ്റ്സ് ആണ് കേട്ടോ. ഇനി നമ്മൾ ഇതിന്റെ ഓപ്പറേഷൻസിലേക്ക് പോകാം. നമുക്ക് എന്താണ് ഇതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്, സെറ്റുകളെ നമ്മൾ എങ്ങനെയാണ് അതിന്റെ ക്രിയകളൊക്കെ എങ്ങനെയാണ് വരിക, അല്ലെങ്കിൽ ക്രിയകൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് പ്രധാനമായിട്ടും ആദ്യത്തേത് വരുന്നത് ഓപ്പറേഷൻസ് ആണ്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഓപ്പറേഷൻസ് ഓഫ് സെറ്റ്സ് ആണ്. ഇതില് ഫസ്റ്റ് വൺ യൂണിയൻ ഓഫ് സെറ്റ്സ് ആണ്. യൂണിയൻ ഓഫ് സെറ്റ്സ് അല്ലെങ്കിൽ ഗണങ്ങളുടെ യൂണിയൻ ഓഫ് സെറ്റ്സ്, ഗണങ്ങളുടെ യോഗം എന്ന് പറയും നമ്മൾ. മലയാളത്തിൽ അതിനെ ഗണങ്ങളുടെ യോഗം എന്നാണ് പറയാം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഗണങ്ങളുടെ യോഗം എന്ന് പറഞ്ഞാൽ. യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രണ്ട് സെറ്റ്സ് നമ്മൾ ഇഫ് എ ആൻഡ് ബി ആർ ടു സെറ്റ്സ് എന്ന് വിചാരിക്കുക. ഇമാജിൻ എ ആൻഡ് ബി ആർ ടു സെറ്റ്സ്, എയും ബിയും രണ്ട് സെറ്റുകളാണെന്ന് വിചാരിക്കുക. ഈ എ എന്ന് പറയുന്ന സെറ്റിൽ കുറച്ച് എന്താ പറയാ എലമെന്റ്സ് തന്നിട്ടുണ്ട്. അതായത് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന എലമെന്റുകൾ തന്നിരിക്കുന്നു. ആൻഡ് ബി എന്ന് പറയുന്ന ഒരു ഗണത്തില് അല്ലെങ്കിൽ ഒരു സെറ്റില് നമുക്ക് കുറച്ച് വേറെ തന്നിരിക്കുകയാണ്. സെഡ് എ ബി എന്ന് പറഞ്ഞ് 3 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. നമ്പേഴ്സ് ഒബ്ജക്ട്സ് എലമെന്റ്സ് ഒക്കെ തന്നെ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിങ്ങനെ തന്നിരിക്കുകയാണ്. നമ്മളോട് യൂണിയൻ ഓഫ് സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ all the elements which are included in both the sets, അതായത് ഈ രണ്ട് ഗണങ്ങളിലും ഉൾപ്പെടുന്ന യോഗം എന്ന് പറയുമ്പോൾ രണ്ടിലും കൂടി വരുന്ന ആകെ എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? യൂണിയൻ ഓഫ് സെറ്റ്സ്. രണ്ട് സെറ്റിനെ നമുക്ക് യോജിപ്പിക്കുക അല്ലെ, ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേർക്കുക എന്ന് പറയാം. യൂണിയൻ എന്ന് പറഞ്ഞാൽ സംഗമം എന്നൊക്കെ നമ്മൾ കേട്ടല്ലേ. അതായത് നമ്മളിങ്ങനെ എല്ലാവരും കൂടി യൂണിയൻ ആയിട്ട് നിൽക്കുക. അതുപോലെ തന്നെ അപ്പൊ എ എന്ന് പറയുന്ന സെറ്റിലെയും ബി എന്ന് പറയുന്ന സെറ്റിലെയും സംഖ്യകളോ അല്ലെങ്കിൽ എലമെന്റുകളോ എന്താണോ അതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് ഇരുത്തുക അല്ലെങ്കിൽ എഴുതുക എന്നുള്ളതാണ് യൂണിയൻ ഓഫ് സെറ്റ്സ് അല്ലെങ്കിൽ ഗണങ്ങളുടെ യോഗം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ, ഇങ്ങനെയാണ് സിംബോളിക്കലി അത് എഴുതുക, എ യൂണിയൻ ബി എന്നാണ് എഴുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം വാട്ട് ഈസ് എ യൂണിയൻ ബി ഓഫ് ദ ഗിവൺ എക്സാമ്പിൾ. ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾ എ യൂണിയൻ ബി ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എയിലെയും ബിയിലെയും എല്ലാ
സംഖ്യകളാണോ ഒബ്ജക്റ്റ് ആണോ പേരാണോ എന്താണോ തന്നേക്കണം അത് അങ്ങോട്ട് എടുത്ത് എഴുതാം. അപ്പൊ നമുക്കൊന്ന് ഒരു ഓർഡർ അനുസരിച്ചൊക്കെ എഴുതാം. ഇവിടെ എ ബി ഒക്കെ ഉണ്ട്. അപ്പൊ എയും ബിയും രണ്ടിലെയും വരണം, എയിലെയും വരണം ബിയിലെയും വരണം. അതാണ് യൂണിയൻ. എ എന്ന് പറയുന്ന ആ സെറ്റിലുള്ള എല്ലാം വരണം, ബി എന്ന് പറയുന്ന എല്ലാ സെറ്റിലെയും സംഖ്യകളോ ഒബ്ജക്റ്റുകളോ വരണം. പക്ഷേ ഡു നോട്ട് റിപ്പീറ്റ് ദ എലമെന്റ്സ് ഓർ ഒബ്ജക്ട്സ്. ഏതെങ്കിലും ഒരെണ്ണത്തിൽ വരുന്നത് തന്നെ മറ്റേ സെറ്റിലും വന്നിട്ടുണ്ടെങ്കിൽ അത് 2 പ്രാവശ്യം എഴുതി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മാത്രം. ബാക്കി എല്ലാം എടുത്ത് എഴുതണം. അപ്പൊ എയും ബി ഞാൻ എഴുതി. ഒരു ഓർഡർ എഴുതാൻ വേണ്ടിയിട്ട് എയും ബിയും ആദ്യം എഴുതി. എക്സ് വൈ സെഡ് ഉണ്ട്, എക്സ് വൈ എഴുതാം. അത് കഴിഞ്ഞ് വരുന്നത് എക്സ് വൈ. പിന്നെ അടുത്തത് ഏതാ വരിക? സെഡ് വരുന്നുണ്ട്. 2 എണ്ണം എഴുതണോ? സെഡ് വേണ്ട. സെഡ് ഒരു പ്രാവശ്യം എഴുതിയിട്ട് നമ്മൾ ഗണം ക്ലോസ് ചെയ്യുക, അതായത് സെറ്റ് ക്ലോസ് ചെയ്യാം. അപ്പൊ എ ബി എക്സ് വൈ സെഡ് അല്ലേ, അങ്ങനെയല്ലേ വന്നെങ്ങനെ? എ ബി എക്സ് വൈ സെഡ് ബോത്ത് രണ്ടിലും ഉണ്ട്. പക്ഷെ നമുക്ക് 2 എണ്ണം 2 പ്രാവശ്യം എഴുതേണ്ട ആവശ്യമില്ല, ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ? യൂണിയൻ ഓഫ് സെറ്റ്സ്. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ചിലപ്പോൾ നമുക്ക് 2 സെറ്റ് തരും, എന്നിട്ട് അതിന്റെ യൂണിയൻ കാണാൻ പറയും. എ യൂണിയൻ ബി എന്താണ് എന്ന് ചോദിക്കും. നമുക്ക് വേറെ ഒരു എക്സാമ്പിൾ കൂടി എഴുതിയാലോ? മറ്റൊരു എക്സാമ്പിൾ എഴുതാം. ഓക്കെ, എ യൂണിയൻ ബി കാണുന്ന മറ്റൊരു എക്സാമ്പിൾ നമുക്കൊന്ന് എഴുതി നോക്കാം. ഇവിടെ W ഈസ് ഈക്വൽ ടു ഗണം സെറ്റ് മാംഗോ ഓറഞ്ച് ഗ്രേപ്പ് എന്ന് ഞാൻ എഴുതിയിരിക്കുകയാണ്. ഏതില്? സെറ്റ് ഡബ്ല്യൂല്. ഞാൻ ഇവിടെ Y എന്ന് പറയുന്ന സെറ്റിൽ എഴുതിയിരിക്കുകയാണ്. ഓറഞ്ച്, മാംഗോ, ആപ്പിൾ എഴുതിയിരിക്കുകയാണ്. സോ എന്താണ് വാട്ട് ഈസ് എ യൂണിയൻ ബി എഴുതിയതുപോലെ ഞാൻ ചോദിക്കണം വാട്ട് ഈസ് W യൂണിയൻ Y എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾ ദ എലമെന്റ്സ് വിച്ച് ആർ ഇൻ ദ സെറ്റ് W ആൻഡ് ഇൻ ദ സെറ്റ് Y ഷുഡ് ബി റിട്ടൺ. അത് അങ്ങോട്ട് താഴേക്ക് എടുത്ത് എഴുതാം. എല്ലാവരും എഴുതണം, പക്ഷെ റിപ്പീറ്റ് ചെയ്യേണ്ട എന്ന് മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ABCD ഒന്നും നോക്കി അവിടെ ABCD നോക്കി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ, ആൽഫബറ്റിക് ഓർഡറിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു എക്സാമ്പിളിൽ. അവിടെ അത് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നിരിക്കുന്ന ഓർഡറിൽ തന്നെ എഴുതാം. മാംഗോ ഓറഞ്ച്, അപ്പൊ മാംഗോ എഴുതുന്നു, അത് കഴിഞ്ഞ് ഓറഞ്ച്, മാംഗോ ഓറഞ്ച്, പിന്നെ ഗ്രേപ്പ് എഴുതി. ഇനി വീണ്ടും ഓറഞ്ച് മാംഗോ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓറഞ്ച് മാംഗോ ഓൾറെഡി ഞാൻ എഴുതിയതാണ്. സോ നമ്മളിപ്പോൾ എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിനകത്ത് ഏതാണ് ഇല്ലാത്തത്? ആപ്പിൾ മാത്രമേ രണ്ടാമത്തെ സെറ്റിനകത്ത് ഇല്ലാത്തതുള്ളൂ. അപ്പൊ ആപ്പിളും കൂടി ചേർത്ത് എഴുതാം. സോ W യൂണിയൻ Y അല്ലെങ്കിൽ W യോഗം Y എന്നാണ് മലയാളത്തിൽ വായിക്കുക. ആ സെറ്റിനകത്ത് നമുക്ക് ഇതിനകത്ത് രണ്ടിലും വന്നിരിക്കുന്നത് റിപ്പീറ്റ് ചെയ്യാതെ എഴുതിയാൽ മാത്രം മതി. കിട്ടിയോ? അപ്പൊ ഏതാണ് നമ്മളിപ്പോൾ പഠിച്ചത്? ഓപ്പറേഷൻ ഓഫ് യൂണിയൻ ഓഫ് സെറ്റ്സ്. യൂണിയൻ ഓഫ് സെറ്റ്സ് എന്ന് പറയുന്നതിന്റെ എങ്ങനെയാണ് നമ്മൾ അത് ഓപ്പറേറ്റ് ചെയ്യുക. അപ്പൊ രണ്ടിലെയും കോമൺ ആയിട്ട് വരുന്ന, രണ്ടിലും പൊതുവായിട്ട് വരുന്നതല്ല, എല്ലാം വരുന്നത്, അതായത് എല്ലാ സംഖ്യകളാണോ ഒബ്ജക്റ്റ് ആണോ എലമെന്റ് ആണോ 2 സെറ്റിലെയും എല്ലാം അങ്ങോട്ട് നിരത്തി പിടിച്ച് ചെയ്താൽ വിത്തൗട്ട് റിപ്പീറ്റിംഗ് എനി വൺ ഒബ്ജക്റ്റ്. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റുകളോ എന്ത് ചെയ്യാൻ പാടില്ല, റിപ്പീറ്റ് ചെയ്യാതെ എല്ലാത്തിലെയും എടുത്തെഴുതുക, 2 സെറ്റിലെയും എടുത്തെഴുതുന്നതാണ് നമ്മൾ യൂണിയൻ ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ. ആൻഡ് ഇതിന്റെ പോലെ തന്നെ മറ്റൊരു ഓപ്പറേഷൻ ആണ്, അല്ലെങ്കിൽ മറ്റൊരു സെറ്റിന്റെ മറ്റൊരു കാൽക്കുലേഷൻസ് വരുന്നതാണ്. എന്താണെന്ന് അറിയാമോ? ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് ആണ്. ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് അല്ലെങ്കിൽ ഗണങ്ങളുടെ സംഗമം. ഇനി അതെങ്ങനെയാ വരിക നമുക്ക് നോക്കാം. ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞത് യൂണിയൻ ഓഫ് സെറ്റ്സ് ആണ്. അപ്പൊ അതുപോലെ തന്നെ ഇന്റർസെക്ഷൻ വരികയാണെങ്കിൽ എന്താണ്? ഇഫ് എ ആൻഡ് ബി ആർ 2 സെറ്റ്സ്, എയും ബിയും 2 സെറ്റുകളാണെന്ന് വിചാരിക്കുക. ഈ 2 സെറ്റിലും വിച്ച് ഈസ് ദ കോമൺ എലമെന്റ് ഓർ എലമെന്റ്സ്, കോമൺ ആയിട്ട് വരുന്ന രണ്ടിലും പൊതുവായി വരുന്ന എലമെന്റുകളിൽ ഏതെങ്കിലും ഉണ്ടോ, അതാണ് നമ്മൾ എന്ത് വിളിക്കുക? നമ്മൾ ഇന്റർസെക്ഷൻ. അതായത് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എ ഇന്റർസെക്ഷൻ ബി എന്നാണ്. അതായത് അതിന്റെ റിവേഴ്സ് ചെയ്ത യു എന്ന് പറയുന്ന ആ ഒരു യൂണിയനിൽ എഴുതിയതുപോലെ, യൂണിയൻ ഓഫ് സെറ്റ്സിൽ എഴുതിയ ആ സിമ്പലില്ലേ, അത് നേരെ തിരിച്ച് മറിച്ചിടുക. അതാണ് എ ഇന്റർസെക്ഷൻ ബിനെ സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് റെഡ് ആസ് എങ്ങനെ വായിക്കുന്നത്? എ ഇന്റർസെക്ഷൻ ബി. നേരത്തെ ഏതോ എ യൂണിയൻ ബി, W യൂണിയൻ Y എന്ന് എഴുതിയ പോലെ, അല്ലെങ്കിൽ എ യൂണിയൻ Y എഴുതിയ പോലെ നേരെ തിരിച്ച് എ ഇന്റർസെക്ഷൻ ബി ആണ്. ദാറ്റ് മീൻസ് ഇഫ് എ ആൻഡ് ബി ആർ 2 സെറ്റ്സ്, എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിരിക്കുകയാണെന്ന് വിചാരിക്കാം. 2, 3, 5, 7 എന്ന് പറയുന്ന ഒരു സെറ്റ്. ബി എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിരിക്കുകയാണ്. 1, 2, 3, 4, 5.
സെറ്റ് തന്നിരിക്കുകയാണ്. വാട്ട് ഈസ് എ ഇന്റർസെക്ഷൻ ബി? എ ഇന്റർസെക്ഷൻ ബി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയിലും ബിയിലും പൊതുവായിട്ട് വരുന്നത്, കോമൺ ആയിട്ട് വരുന്നത്, രണ്ടിലും വരുന്നതായിരിക്കണം. ആ ഒരു എലമെന്റ് ആയിരിക്കണം നമ്മളെടുത്ത് ആൻസറിലേക്ക് എഴുതേണ്ടത്. മനസ്സിലായി? രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത്. ഏതെങ്കിലും ഒരെണ്ണത്തിൽ മാത്രം ഉള്ളത് എടുത്ത് എഴുതിയിട്ട് കാര്യമില്ല. രണ്ട് സെറ്റിലും, ഇപ്പൊ രണ്ട് സെറ്റിന്റെ ആണെങ്കിൽ രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് വരണം. മൂന്ന് സെറ്റുകളൊക്കെ ചോദിക്കും, എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്നൊക്കെ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ മൂന്നിലും കോമൺ ആയിട്ട് വരുന്ന സംഖ്യയോ എലമെന്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതാം, ഇല്ല എങ്കിൽ നൾ സെറ്റ് ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയാൽ ഇതിനകത്ത് ഏതാണ് കോമൺ ആയിട്ട് വരുന്നത്? ഇതിനകത്ത് രണ്ടുണ്ട്, ഇവിടെയും രണ്ടുണ്ട്, ഒന്ന് ഇവിടെ ഇല്ല, അപ്പൊ ഒന്ന് എടുക്കാൻ പറ്റില്ല. സോ 2 എന്ന് പറയുന്നത് അതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന സംഖ്യയാണ്. പിന്നെ ഏതാ വരിക? 3 രണ്ടിലും വന്നിട്ടുണ്ട്. പിന്നെ ഏതാ വരിക? 5 രണ്ടിലും വന്നിട്ടുണ്ട്. 4 ഒറ്റയ്ക്കുള്ളൂ, 7 ഒറ്റയ്ക്കുള്ളൂ, 1 ഒറ്റയ്ക്കുള്ളൂ. സോ വാട്ട് ഈസ് എ ഇന്റർസെക്ഷൻ ബി ഇൻ ദിസ് കേസ്? ഈ കേസിൽ നമുക്ക് എ ഇന്റർസെക്ഷൻ ബി ഏതാണെന്ന് എഴുതാം. 2, പിന്നെ നോക്കുക 3, പിന്നെ 5. അപ്പൊ നമ്മൾ എഴുതാം 2, 3, 5. ക്ലിയർ ആയോ? അതാണ് എ ഇന്റർസെക്ഷൻ ബി, കോമൺ ആയിട്ട് വരുന്നത്, രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് വരുന്നത്. മറ്റൊരു എക്സാമ്പിൾ നോക്കിയാലോ. എക്സാമ്പിൾ 2, ഇത് ഫസ്റ്റ് എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾ 2 നമുക്കൊന്ന് വെറുതെ എഴുതി നോക്കാം. വേറൊരെണ്ണം. ഇഫ് എ ഇസ് ഈക്വൽ ടു ഗണം 2, 4, 6, 8. ബി ഇസ് ഈക്വൽ ടു ഗണം 1, 3, 5, 7. ആൻഡ് സി ഇസ് ഈക്വൽ ടു C is equal to 1, 2, 3, 4. ആൻഡ് ഞാൻ ചോദിക്കുകയാണ്, കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ വരാം. എ ഇന്റർസെക്ഷൻ ബി എന്താണ്? എയും ബിയും ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ, അതാണ് നോക്കുക. എ ക്വസ്റ്റ്യൻ. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ്, ഇപ്പൊ 2-3 ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചിരുന്നത് എ ഇന്റർസെക്ഷൻ ബി, ഒറ്റ ക്വസ്റ്റ്യനിൽ നമുക്ക് സോൾവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിട്ട് അതിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കുക. എ ഇന്റർസെക്ഷൻ ബി, എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന സംഖ്യകൾ ഉണ്ടോ നോക്കിയേ. 2, 4, 6, 8, 1, 3, 5, 7. അപ്പൊ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട്, എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന സംഖ്യകൾ നമുക്ക് ഇല്ല എന്ന് പറയാം. സോ ഇറ്റ് ഈസ് എ നൾ സെറ്റ്, അല്ലെങ്കിൽ ഇങ്ങനെയും അല്ലേ, എ ഇന്റർസെക്ഷൻ ബി. ഇനി ഞാൻ ചോദിക്കട്ടെ, ബി ഇന്റർസെക്ഷൻ സിയോ? ബി ഇന്റർസെക്ഷൻ സി, ബിയിലും സിയിലും കോമൺ ആയിട്ട് വരുന്നത് മാത്രം നോക്കിയാൽ മതി. അന്നേരം ബിയിലും സിയിലും കോമൺ. ബിയിൽ ഏതാ ഉള്ളത്? 1 കോമൺ ഉണ്ട് രണ്ടിലും, അതുപോലെ തന്നെ 3 രണ്ടിലും ഉണ്ട്, പിന്നെ അടുത്തത് 2, 4 ആണ്, ഇവിടെ 5, 7 ആണ്. അപ്പൊ അതില്ല. ഏതാണ് വരേണ്ടത്? അപ്പൊ 1, 3, 1, 3 ബിയിലും സിയിലും കോമൺ ആയിട്ട് വരുന്ന ഐറ്റം ആയതുകൊണ്ട് 1, 3 ആണ് എ ബി ഇന്റർസെക്ഷൻ സി വരിക. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലോ, നമുക്ക് ക്വസ്റ്റ്യൻസ് ഏത് രീതിയിൽ വരും എന്ന് അറിയില്ലല്ലോ. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ആണെങ്കിലോ 3ലും കോമൺ ആയിട്ട് വരുന്നത്, 3ലും കോമൺ ആയിട്ട് വരുമോ നോക്കിയാൽ നിങ്ങൾ ആദ്യത്തേൽ തന്നെ നമ്മൾ കണ്ടു, എ ആൻഡ് ബിയിൽ കോമൺ ആയിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പൊ പിന്നെ 3ലും കോമൺ ആയിട്ട് വരുമോ? ഇല്ല എന്ന് തന്നെയാണ്. പക്ഷെ അങ്ങനെ നമുക്ക് നോക്കാം ഉണ്ടോന്ന്. ഇവിടെ 2, 4, 6, 8. അപ്പൊ ഇവിടെ നമുക്കറിയാം ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഇത് 3ലും കോമൺ ആയിട്ടുണ്ടോ? ഇല്ല. ഇവിടെ രണ്ടിടത്ത് 3 കോമൺ ആയിട്ടുണ്ട്, പക്ഷെ ഇവിടെ 3 ഇല്ല. സോ എനി ഓഫ് ദ നമ്പർ, ഇവിടെ ഒറ്റ നമ്പറും തന്നെ ഏത് 3 സെറ്റ്സിലും കോമൺ ആയിട്ട് വരുന്നത് ഇല്ലാത്തത് കൊണ്ട് അവിടെയും നമുക്ക് എന്ത് ചെയ്താം? നൾ സെറ്റ്, എം ടി സെറ്റ് ആണെന്ന് കാണാം. അപ്പൊ ഇത് ഏത് ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ വരും നമുക്കറിയില്ല. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? സബ്സെറ്റ്, യൂണിവേഴ്സൽ, പിന്നെ ഓപ്പറേഷൻസ്, അതായത് നമ്മളുടെ യൂണിയൻ ഓഫ് സെറ്റ്സും ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സുമാണ് ഇന്ന് നമ്മൾ കണ്ടത്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ? എക്സാമ്പിൾസ് ഒക്കെ നോക്കുക. ആ എക്സാമ്പിൾ എന്താണ് മനസ്സിലാക്കിയത് എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇന്നത്തെ കേട്ടോ. അപ്പോൾ 10 ക്വസ്റ്റ്യൻ നമ്മൾ തരുന്നത് അത് എന്താണോ മനസ്സിലാക്കിയത് ആ മനസ്സിലാക്കിയതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് ഇതിന്റെ പ്രോബ്ലംസിലേക്ക് ശരിയായ രീതിയിലൊന്നും നമ്മൾ പോയിട്ടില്ല. ഇതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു, എന്താണ് അതിനകത്ത് ഉപയോഗിക്കുന്ന സിമ്പിൾസ്, എന്താണ് ഏത് രീതിയിൽ നമ്മൾ റോസ്റ്റർ ഫോമിലും സെറ്റ് ബിൽഡർ ഫോമിലും എഴുതുന്നു, പിന്നെ ഏതാണ് ഐഡന്റിഫൈ ചെയ്യാൻ, ഇൻഫിനിറ്റ് ആണോ ഫിനിറ്റ് സെറ്റ് ആണോ എന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും കൂടിയൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾ അത് സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.